പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ 10 നാളെ മഗ്രിബോടുകൂടെ നമ്മളോട് യാത്ര പറയുകയാണ്. പിന്നെ മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10 എന്ന് വിശേഷിപ്പിക്കുന്ന 10 ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. എത്ര പെട്ടെന്നാണ് 10 ദിവസം കഴിഞ്ഞു പോയത് എന്നിപ്പോൾ നമ്മളിങ്ങനെ പറയും. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞില്ലേ എന്നും പറയും. ഇതാണ് അവസ്ഥ. നമുക്കതിൻ്റെ മുമ്പ് പലതും നേടേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളായ നമുക്ക് വിജയിക്കാൻ, തഖ്വ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയൊരു അവസരമാണ് ഈ അവസരം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. പാപം പൊറുപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ റെഡിയാണ്. നമ്മളൊന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ രോഗം വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഡോക്ടേഴ്സിനെ സമീപിക്കും, അതിന് ചികിത്സിക്കും, മരുന്ന് പിടിക്കും. ഏതറ്റം വരെ പോയിട്ടും നമ്മൾ അതിന് വേണ്ട മരുന്നുകൾ കണ്ടെത്തുകയും അതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗത്തെയും അതിനുള്ള മരുന്നും പറഞ്ഞു തരുന്നുണ്ട്. അലാ അദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു രോഗവും അതിനുള്ള മരുന്നും ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വഹാബ? ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. മുത്തുനബി പറഞ്ഞു, അലാ ഇന്ന ദാഅകുമുദ്ദുനൂബ്, നിങ്ങളുടെ രോഗം അത് ദോഷമാണ്. വദവാഉകുമുൽ ഇസ്തിഗ്ഫാർ, അതിനുള്ള മരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. നിങ്ങളുടെ ഖൽബിന് ബാധിച്ച രോഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ, പനിയാകട്ടെ, ചൊറിയാകട്ടെ, മറ്റേത് രോഗമാകട്ടെ, അതിന് ചികിത്സിക്കാൻ നമ്മൾ മുമ്പിലാണ്. ഖൽബിന് ബാധിക്കുന്ന രോഗത്തിൻ്റെ മരുന്ന് എന്തെന്ന് മനസ്സിലാക്കാനും അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാനും നമ്മൾ എത്രത്തോളം മുമ്പിലുണ്ട് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. ഈ പരിശുദ്ധമായ റമദാൻ നമുക്കതിനുള്ള മാസമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് സഹായം എത്തിക്കഴിഞ്ഞാൽ, വലിയ വിജയം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്തിപ്പെട്ടാൽ അള്ളാഹുവിനെ മറന്നു പോകരുത്. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അല്ലാഹുവിനെ ഹംദ് ചെയ്യണം. അല്ലാഹു തആല ഇസ്തിഗ്ഫാറിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടക്കം പറയുകയാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത, ഒരു തെറ്റെന്ന് തോന്നിപ്പിക്കുന്നത് പോലും സംഭവിച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും 100ഓളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. ഒറ്റ തെറ്റ് ചെയ്യാത്ത മുത്തുനബി ഇസ്തിഗ്ഫാർ 100 ചൊല്ലിയെങ്കിൽ നമ്മൾ എത്ര ചൊല്ലണം മുഅ്മിനീങ്ങളെ? നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം, എത്ര തേടണം? അല്ലാഹു തആല പൊറുക്കാൻ റെഡിയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു ത്വാഹയിലൂടെ വ്യക്തമാക്കുന്നു, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. 4 കാര്യങ്ങൾ വേണം അല്ലാഹു തആല പൊറുക്കാൻ. 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ? അല്ലാഹു വലിയ പൊറുക്കുന്നവനാണ്. വഇന്നീ ലഗഫാർ, അല്ലാഹു തആല ഉപയോഗിച്ച പദം നോക്ക് നിങ്ങൾ. ഗാഫിർ എന്ന അല്ലാഹുവിന്റെ പേരിലുണ്ട്, ഗഫൂർ എന്നുണ്ട്, ഗഫാറും എന്നുണ്ട്. ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ തന്നെയാണ്. ഗഫൂർ എന്ന് പറഞ്ഞാലും വല്ലാതെ പൊറുക്കുന്നവൻ എന്നാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ വിശാലമായ മഗ്ഫിറത്തിന്റെ ഉടമൻ എന്നാണ്. എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ശിർക്ക് വരെ അല്ലാഹു പുറത്തു തരും. തൗബ ചെയ്യണം എന്ന് മാത്രം. അല്ലാഹ് പറയുന്ന 4 ഡിമാൻഡാണ് ഞാൻ പറയുന്നത്.
ഇന്നി ലഗഫാർ, മുഅ്മിനേ ഞാൻ വല്ലാതെ പൊറുക്കുന്നവനാ. നിന്റെ എത്ര ദോഷമാണെങ്കിലും, നീ എത്ര വലിയ കഠിനമായ തെറ്റ് ചെയ്തവനാണെങ്കിലും ഞാനുണ്ടേ നിനക്ക് പുറത്തു തരാൻ. ഇന്ന എന്നുള്ള ഹർഫ് അത് ഏത് അറബി പദത്തിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ലഗഫാർ പിന്നെ ലാമാണ് കൊടുക്കുന്നത്, അതും തഅ്കീദിനുള്ളതാണ്. അത് അറബി വ്യാകരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ലഗഫാർ തഅ്കീദിന്റെ ലാമും കൊടുത്തിട്ടാണ് പറയുന്നത്. ഗഫാർ എന്നുള്ള പദവുമാണ്, ഫഅൽ വസ്നാണ്. പോകട്ടെ, അല്ലാഹ് പറയുകയാണ് ആർക്ക്? ലിമൻ താബ, തൗബ ചെയ്തവനിക്ക് ഒന്നാമത് ചെയ്യേണ്ടത് തൗബയാണ്. തൗബ ചെയ്യണം. അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, സംഭവിച്ചു അല്ലാ എന്നൊരു ഖേദം. അത്തൗബതു വന്നദം, തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? നദമാണ്, ഖേദമാണ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുണ്ടാകും, ചെറിയ തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകും, ദിനേന ഓരോ തെറ്റിലായിക്കൊണ്ട് നിരന്നു പോകുന്നവരുണ്ടാകും, അല്ല വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരുണ്ടാകും. ആരുമാകട്ടെ, റബ്ബിന്റെ കവാടം തുറക്കപ്പെട്ടതാണ്. ചെന്നിട്ട് മുട്ടുക, തുറക്കപ്പെടും. ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, ഇനിയൊന്നും ഞാൻ ചെന്നിട്ട് കാര്യമില്ല, അത്ര ബാഡാണ് എൻ്റെ ബാക്ക് എന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പാടില്ല എന്നതിനെ തെളിവാണ് അല്ലാഹു തആല ഈ വാക്ക് പറയുന്നത്. പിന്നെ എന്ത് വേണം? തൗബ ചെയ്യണം. ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല എന്നുള്ളൊരു തീരുമാനം വേണം. അതാണ് തൗബ. അങ്ങനെ ദായിമായി കൊണ്ടുപോകണം. ഇല്ലാ ലിമൻ താബ വ ആമന, രണ്ടാമത്തത് ഈമാൻ വേണം. തൗഹീദിലായി ജീവിക്കണം. ഉറച്ച ഈമാനോടുകൂടെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം. മുത്തുനബി കൊണ്ടുവന്നതെല്ലാം അല്ലാഹുവിൻ്റെ നിന്നാണെന്നുള്ളത് ഈമാനോടുകൂടെ. ഇസ്ലാമിൻ്റെ കാര്യങ്ങളും ഈമാനോടുകൂടെ കൊണ്ടു നടക്കാൻ അവൻക്ക് കഴിയണം. അതുപോലെ തന്നെ വഅമില സ്വാലിഹ, നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങളിലും അവൻ ഇറങ്ങണം, സൽക്കർമ്മത്തിൽ അവന് മുന്തണം. അങ്ങനെ വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ, അങ്ങനെ അവൻ ഇസ്തിഖാമത്തിലായി. പിന്നെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്തിഖാമത്താണ് ഉദ്ദേശം. ഇനി അങ്ങനെ തന്നെ ഇപ്പൊ ചെന്നെത്തിയോ റൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് തെറ്റാതെ നന്മയിലായി പിന്മാറാതെ മുന്നോട്ട് പോവുക, ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. ഈ 4 ക്വാളിറ്റികൾ ആരിൽ യോജിപ്പിക്കുന്നുണ്ടോ, ആരിൽ ഒരുമിച്ച് കൂടുന്നുണ്ടോ, അല്ലാഹു അവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പുറത്തു കൊടുക്കാൻ റെഡിയായാൽ അള്ളാഹു നമുക്കും പുറത്തു തരും. കുറച്ചൊക്കെ നമ്മളും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ ഖൽബിൽ ഇൽമു വേണം, റഹ്മത്ത് വേണം. ഇന്ന് ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ, റഹ്മത്തുള്ളവൻക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. മറ്റുള്ളവരോട് കരുണ ചെയ്യുക, സ്വദഖ ചെയ്യുക. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീആത്ത്, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ സ്വദഖ ചെയ്യുമ്പോൾ എന്ത് നിയ്യത്ത് വെക്കണം? പടച്ചോനെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തരണേ അല്ലാഹ്, ദോഷങ്ങൾ പൊറുക്കാൻ നിന്റെ ദാനധർമ്മങ്ങൾ കാരണമാകുമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണം. ആരെങ്കിലും നിന്നോട് അരുതായ്മ ചെയ്തു പോയതുണ്ടാകും, നിനക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പ്രവർത്തികൾ പറഞ്ഞതുണ്ടാകും. ചെന്നിട്ട് മാപ്പ് ചോദിക്കുമ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കല്ലേ. എല്ലാം അഫ്വു ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് പുറത്തു തരും. പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്ത് യൂസുഫ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അവിടുത്തെ ജീവിതം നമുക്കറിയാം. തൻ്റെ സഹോദരങ്ങളാണ് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടത്. പൊട്ടക്കിണറ്റിൽ നിന്ന് യാത്രക്കാരാണ് എടുത്തുകൊണ്ടുപോയത്. ചന്തയിലാണ് വിൽക്കപ്പെട്ടത്. അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലാണ് പിന്നെ വളരുന്നത്. പിന്നെ അവിടുന്ന് വളർന്ന് വലുതായി ആ കൊട്ടാരത്തിലെ തന്നെ രാജാവായി മഹാനായ യൂസുഫ് നബി വാഴുകയാണ്. അങ്ങനെ വരുന്നു. പിന്നീട് ക്ഷാമം വന്ന സമയത്ത് എല്ലാ സഹോദരങ്ങളും യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. അവര് മുമ്പിലെത്തിയപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിവരക്കേടുണ്ടായ സമയത്ത് യൂസുഫിനെ കൊണ്ടും അവന്റെ സഹോദരനെ കൊണ്ടും നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയോ നിങ്ങൾക്ക്? ഇവർക്കറിയില്ല ഇത് യൂസുഫ് നബിയാണെന്ന്. ഖാലൂ, അവര് പറഞ്ഞു, ഇന്നക ലഅൻത യൂസുഫ്, നീയാണോ യൂസുഫ്? എൻ്റെ ചോദ്യം കേട്ടിട്ട്, നിന്റെ മുഖഭാവം കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നീയാണോ യൂസുഫ്? ഖാൽ അന യൂസുഫ് വഹദാ അഖീ,
അതേ ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹു തആല മിന്നത്ത് ചെയ്തതാണ്, അല്ലാഹു തആല അനുഗ്രഹിച്ചതാണ്. ആരൊരുത്തൻ തഖ്വയോടെ ക്ഷമയോടുകൂടെ ജീവിക്കുന്നുണ്ടോ അല്ലാഹു അവൻക്ക് അറ്റമില്ലാത്ത പ്രതിഫലങ്ങളാണ് നൽകുന്നത്. ഖാലൂ തല്ലാഹി ലഖദ് ആഥറക അല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. അവർ കരയാൻ തുടങ്ങി, യൂസുഫേ പറ്റിപ്പോയി, യൂസുഫേ ഞങ്ങളിൽ നിന്ന് പിഴവ് സംഭവിച്ചതാണ്, ഞങ്ങളിൽ നിന്ന് പിഴവ് സംഭവിച്ചതാണ്, അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തതാണ് യൂസുഫേ. അവര് കരഞ്ഞ് പാപം പൊറുക്കാൻ യൂസുഫ് നബിയോട് മാപ്പ് ചോദിക്കുമ്പോ മഹാനായ യൂസുഫ് നബി പറഞ്ഞു, ഖാൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല. ഇന്ന് ഞാനാ രാജാവ്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഭക്ഷണപ്പൊതി വാങ്ങാൻ വേണ്ടി വന്ന ആളുകളാ. എന്ത് ആക്ഷനും വേണമെങ്കിൽ എടുപ്പിക്കാൻ എനിക്ക് ഇന്ന് എല്ലാ വിധത്തിലുള്ള എല്ലാ നിലക്കുള്ള സ്റ്റാൻഡും എനിക്കിവിടെയുണ്ട്. പക്ഷേ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവനാണ് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവന്. ഏത് നടപടി എടുക്കാൻ കഴിയുന്ന സമയത്തും അതിൽ നിന്ന് പിന്മാറുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ. നമുക്ക് നല്ല മസിൽ പവർ ഉണ്ടാകാം, അധികാരമുണ്ടാകാം, സ്വാധീനമുണ്ടാകാം. അതുപയോഗിച്ച് ഒരുത്തനെയും നമ്മൾ അടിച്ചമർത്താൻ പാടില്ല. ഒരാൾക്ക് നേരെയും നമ്മുടെ അധികാരം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തവന് അള്ളാഹുവിന് ദേഷ്യമാ. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വീറ്റോ പവർ ഉണ്ടായിട്ടും മഹാനായ യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കുകയാണ്. ആരൊരുത്തൻ തൻ്റെ അടിമകളോട് അല്ല തൻ്റെ കൂട്ടുകാരോട് തൻ്റെ കൂടെയുള്ളവരോട് കരുണ കാണിക്കുന്നുവോ അവനോട് അള്ളാഹു കരുണ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താലേ അള്ളാഹു നമുക്ക് പുറത്തു തരികയുള്ളൂ. നമ്മൾ മഗ്ഫിറത്തിലേക്ക് മുന്തുക. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഓടിച്ചെല്ലാനാ അല്ലാഹ് പറയുന്നത്, ഉളരാനാ റബ്ബ് പറയുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. ഉളരിക്കോളൂ നിങ്ങൾ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നത്. വസാബിഖു സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ വേറെ ഒരായത്തിൽ കാണാൻ കഴിയും, സാബിഖു നിങ്ങൾ മുൻകടന്നോളൂ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണേ. വേറൊരു സൂറത്തിൽ ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. നിങ്ങൾ ഓടണം അള്ളാഹുവിലേക്ക്. എന്തിന്? പാപം പൊറുക്കാൻ. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ വേഗിപ്പിക്കല്ലേ മോനെ, വേഗിപ്പിക്കല്ലേ. 5 കാര്യങ്ങളുണ്ട് ഉളരിപ്പിക്കേണ്ട കാര്യങ്ങൾ. അതിഥി വീട്ടിൽ വന്നാൽ വേഗം ഭക്ഷണം കൊടുക്കണം. അതിഥിയെ പിന്തിപ്പിക്കരുത്. അയാൾക്ക് വിശക്കുന്നുണ്ടെങ്കിലും പറയൂല, വിശക്കുന്നുണ്ട് എന്ന് പറയൂല. ഭക്ഷണം വേഗം കൊടുക്കണം. മരിച്ചാൽ ജനാസയെ പെട്ടെന്ന് ഖബറടക്കണം. കടം വാങ്ങിയാൽ പെട്ടെന്ന് വീട്ടണം. അങ്ങനെ അതാ ദോഷം ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5ാമത്തെ കാര്യം, വിവാഹപ്രായമെത്തിയാൽ ആ മക്കളെ വേഗം ഇണയെ തെരഞ്ഞെടുത്തവർക്ക് വേണ്ട വിധത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇതെല്ലാം മുളരിപ്പിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതായി മുത്തുനബി എണ്ണിയതാണ്. നമ്മുടെ വിഷയം തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക, നീട്ടിവെക്കാതിരിക്കുക. റബ്ബേ പറ്റിപ്പോയതാണ് അല്ലാ, പുറത്തു തരണേ അല്ലാ. ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ കൈവിടൂല. ഇത് തെറ്റ് ചെയ്താലും അതിനെ പിന്നെയും ന്യായീകരിച്ച് അത് അങ്ങനെ ഒന്നും ആകാൻ സാധ്യതയില്ല, ഞാനതിന് ഇങ്ങനെ ചെയ്തതല്ലേ അല്ലേ. തെറ്റ് ചെയ്യുക, അതെന്നെ സെൽഫി എടുക്കുക, പരമാവധി ഫോട്ടോയിലൊക്കെ പിടിക്കുക, തെറ്റിനങ്ങ് ആഘോഷിക്കുക സ്റ്റാറ്റസുകളിലൂടെ. ഒരു മാന്യതയുമില്ല.
സുബ്ഹാനല്ലാഹ്, ഹറാമ് ചെയ്യുന്നു, ആ ഹറാമ് പ്രസിദ്ധപ്പെടുത്തുന്നു, പരസ്യമാക്കുന്നു. ഇതിലും വലിയ ഗൗരവം വേറെന്താണ് അല്ലേ? അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കൂടുകയാണ്, ഹറാമാണ്. കാണുന്നത് തെറ്റാണ്, സംസാരിക്കുന്നത്, അവർ കൈപിടിക്കുന്നത്, ഷെയ്ഖാൻ ചെയ്യുന്നത്, തോളിൽ കൈയ്യക്കുന്നത് എല്ലാം അവരെ സെൽഫിയിലാണ്. മാത്രമല്ല 100 ആൾ കാണട്ടെ അല്ലേ? ഹറാമിന് ഒരു വിലയുമില്ല, ഹറാമ് ചെയ്യുന്നതിന് ഒരു നാണവുമില്ല, മറ്റുള്ളവരെ കാണിപ്പിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കാലം വന്നാൽ മോനെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയാനാണ്? ഇത് വേഗം കഴുകണം, വന്നുപോയ തെറ്റിനെ പെട്ടെന്ന് ഉളരിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിത് കേൾക്കുന്ന സമയത്തൊരു പേടി വേണം, റമളാന് വരുമ്പോൾ ഒരു ഖൗഫ് വേണം. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും നേരത്തെ ജുമഅക്കെത്താൻ കഴിയാത്തവർ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. എന്തിനാണ്? വേഗം പോകാനാണ്. സുബ്ഹാനല്ലാഹ്, ഇത്തരം നല്ല സമയങ്ങൾ തന്നിട്ട് വിളിച്ചിട്ടും അള്ളാഹുവിലേക്ക് ചെല്ലാൻ മടി കാണിക്കുന്നവൻ എവിടുന്നാണ് രക്ഷപ്പെടുക? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യാനാ കടന്നു പോകുന്നത്. രാത്രിയാണ്, ആരും കാണാതെ ജാരിയത്തിന്റെ അടുക്കലേക്ക്, തൻ്റെ ഇഷ്ടപ്പെടുന്നോളെ അടുക്കലേക്ക് പോകാണ്. അവിടുന്നാണ് ഒരു വിളിയാളം കേൾക്കുന്നത്, അലം യഗ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പേടിക്കാനായില്ലേ ഫുളൈലേ? റബ്ബിനെ ചിന്തിക്കുന്നില്ലേ ഫുളൈലേ? പേടിക്കുന്ന ഖൽബുകൾ വേണ്ടേ? അള്ളാഹുവിൻ്റെ ഭയാനകമായ പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂക്തം കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് കരഞ്ഞുപോയി, പേടിച്ചുപോയി. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്, പിന്നെ അങ്ങ് ജീവിതം മാറുകയാണ്. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നന്മയുമായി നമ്മൾ മുന്തുക. അള്ളാഹു നമുക്ക് തന്നതെല്ലാം മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, നന്മയിൽ മുന്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിങ്ങൾക്ക് എന്തെല്ലാം അല്ലാഹു തന്നോ അതെല്ലാം ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. നിന്റെ സമ്പത്ത് അത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാകണം. നിന്റെ മക്കള് അത് ആഖിറത്തിലേക്കൊരു വലിയ മുതൽ കൂട്ടാകണം. എന്തെല്ലാം നിഅമത്തുകൾ അല്ലാഹു തന്നോ, സമയമാകട്ടെ, സൗകര്യമാകട്ടെ, വാഹനമാകട്ടെ, വീടാകട്ടെ, ജോലിയാകട്ടെ, എല്ലാം റബ്ബിന്റെ പൊരുത്തം വാങ്ങി ആഖിറത്തിൽ വിജയിക്കാനായാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ പരാജയമാണ്. ഏത് നന്മ ചെയ്താലും അതിനായി ജീവിക്കണോ? എന്തെങ്കിലും തെറ്റാണെന്ന് പഠിച്ചാൽ പിന്നെ അത് ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കണം. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, ഞാനിതാ ഗീബത്ത് തെറ്റാണെന്ന് പഠിച്ചത് മുതൽ, ഗീബത്ത് പറയാൻ പാടില്ല എന്നറിഞ്ഞത് മുതൽ, മഗ്തബതു അഹദാ, ഞാൻ ഒരാളെയും ഗീബത്ത് പറഞ്ഞില്ല. നോമ്പ് നോറ്റിട്ട് പീഡികത്തിണ്ണയിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ തിന്നല്ലേ, റൂമിലിരുന്നിട്ട് വാട്സാപ്പിലൂടെ മറ്റുള്ളവരെ കുറിച്ച് പറയല്ലേ, കമന്റ് അടിക്കല്ലേ, മോനെ നോമ്പ് വീതം വെക്കല്ലേ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയുകയാണ്, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ഗീബത്ത് പറഞ്ഞില്ല. എപ്പോൾ മുതൽ? ഗീബത്ത് തെറ്റാണെന്നറിഞ്ഞത് മുതൽ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടത് മുതൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടില്ല. മുത്തുനബിയെ കണ്ടത് മുതൽ, മുത്തുനബിയെ കണ്ട കണ്ണല്ലേ, ആ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടില്ല. നമുക്ക് ആ ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മദീനത്ത് പോയില്ലേ, അവിടുത്തെ പച്ചക്കുബ്ബ കാണാൻ കഴിഞ്ഞല്ലോ, കഅബാലയം കണ്ടല്ലോ. ഇനി ആ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് മനഃപൂർവ്വം നോക്കൂല എന്നൊന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണ്ടേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാ, ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ ഗുഹ്യാവയം തൊട്ടിട്ടില്ല. ഏതു മുതൽ? എൻ്റെ ഹബീബിനെ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തതിനു ശേഷം, എൻ്റെ ഹബീബിനെ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് ഗുഹ്യാവയം തൊട്ടിട്ടില്ല. വലത് കൈ കൊണ്ട് ഗുഹ്യാവയം തൊട്ടാൽ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യ സമയത്ത് പിടിച്ചു ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഹറാമൊന്നുമില്ല. പക്ഷേ ഹയാ ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് അത്ര വലിയ ഹയാ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കി നിങ്ങൾ, മഹാനായ ഖാദി അബൂ ശുജാ റളിയല്ലാഹു അൻഹു റൗളയുടെ ചാരത്തിരിക്കുന്ന വലിയ പണ്ഡിതൻ, ശാഫിഈ പണ്ഡിതനാണ്. 160 വയസ്സിലും ഒരു കേടുപാടുമില്ല, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. എത്ര? 160 വയസ്സെത്തിയിട്ടുണ്ട്, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല.
ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഇത്ര വലിയൊരു ആരോഗ്യം കിട്ടാൻ, എന്താണ് ഇതിന്റെ രഹസ്യം ചോദിക്കപ്പെട്ടപ്പോ മഹാനവറുകൾ പറയുകയാണ്, ഈ വയസ്സ് വരെ എനിക്ക് അല്ലാഹു തആല തന്ന ആയുസ്സില് എൻ്റെ അവയവങ്ങളെ കൊണ്ട് ഞാനൊരു ഹറാം ചെയ്തിട്ടില്ല. പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരു തെറ്റ് ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഖാളി അബൂ ശുജാഅ്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ ജീവിതം. ഇവര് പോകുന്ന സ്വർഗത്തിൽ പോകാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാ നമ്മൾ തേടുന്നത്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ മുഅ്മിനേ? കുറെ അമൽ ചെയ്തില്ലെങ്കിലും തെറ്റില്ലെന്ന് മാറി നിൽക്കണ്ടേ, തൗബ ചെയ്യണ്ടേ, ഈ റമദാനിലൊന്ന് കരയണ്ടേ. പറ്റിപ്പോയി അല്ലാ, പൊറുക്കാതെ നിന്നോട് മാപ്പ് ചോദിക്കലല്ലാതെ വേറെ വഴിയില്ല, എവിടെ ചെല്ലാനില്ല റബ്ബേ എന്നൊന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ കരയണ്ടേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹ് നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ഹബീബായ തങ്ങൾ നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ഇത് നമ്മളെ ഖൽബിലുണ്ടെങ്കിൽ നമ്മൾക്ക് തെറ്റില്ലെന്ന് മാറി നിൽക്കാൻ കഴിയും. റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്ത് എന്തെങ്കിലും നന്മ ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, എന്തെങ്കിലും മോശപ്പെട്ടത് കണ്ടാൽ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പാപം പൊറുക്കലിനെ തേടുമെന്ന്. നമ്മുടെ ഇല്ലെന്ന് തെറ്റ് സംഭവിക്കുന്നത്, നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അത് മുത്തുനബിയെ വേദനിപ്പിക്കലാ, റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കലാ. ഹബീബിനെ വിഷമിപ്പിച്ചാൽ പിന്നെ നമ്മൾ എവിടുന്ന് വിജയിക്കാനാ? അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളെ ബഹുമാനിക്കണം, നാവിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, അരുതായ്മകൾ പറയരുതേ, ഗീബത്ത് നമീമത്തിലേക്ക് പോകരുതേ, അത് കേൾക്കാൻ പോലും നമ്മൾ ചെന്നിരിക്കരുതേ. ഒരിക്കലും ഒരാളെ കുറിച്ച് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ പറയല്ലേ മുഅ്മിനേ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. മഗ്ഫിറത്തിന്റെ പൊത്ത് കടന്നു വരികയാണ്. നാളെ മഗ്രിബ് മുതൽ നമ്മൾ ദിക്ർ മാറ്റുകയാണ്. അതിന്റെ മുമ്പ് റഹ്മത്തിനെ ചോദിച്ചു വാങ്ങണം, അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചു വാങ്ങണം. റബ്ബിന്റെ റഹ്മത്താണ് നമുക്ക് പ്രധാനം, മഗ്ഫിറത്താണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഈ പള്ളി മൈതാനത്ത് അന്തിയുറങ്ങുന്നവർ സർവർക്കും അല്ലാഹു മാപ്പ് നൽകട്ടെ. അവരെയും നമ്മയുമെല്ലാം അല്ലാഹു ജന്നാത്തുൻ നഈമിൽ മുത്തുനബിയോട് ഒരുമിച്ച് കൂട്ടട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ സംഭാവന നൽകിയവരുണ്ട്, നല്ലോണം സഹായിക്കണം. ഈ റഹ്മത്തിൻ്റെ പത്തിൽ നിങ്ങൾ നല്ലോണം റഹ്മത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നിങ്ങൾക്കും വലിയ റഹ്മത്ത് ചൊരിഞ്ഞു തരും. ഈ അല്പം ദിക്ർ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത. 4 കാര്യം ചോദിക്കാൻ റമദാനും ഒഴുക്കപ്പർ. 2 കാര്യം അങ്ങോട്ട് അംഗീകരിക്കാനും അതുപോലെ തന്നെ 2 കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനും മുത്തുനബി പറഞ്ഞതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. സ്വർഗ്ഗം ചോദിക്കുകയാണ്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ നോമ്പ് നോറ്റിട്ട് നോമ്പുകാരായി പള്ളിയിലിരുന്നിട്ടാണ് നമ്മുടെ ദുആ. അല്ലാഹു തആല തട്ടൂല. അങ്ങനെ ഒരു ഒറ്റ വിശ്വാസത്തിൽ ചോദിച്ചോളൂ. ചൊല്ലി അഷ്ഹദു അല്ലാ إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أرحم الراحمين يا الله حي القيوم يا رب. യൗമുൽ ജുമഅയാണ്, അതും തന്നെ മാസങ്ങളുടെ നേതാവായ മാസങ്ങളുടെ നേതാവായ പരിശുദ്ധ റമളാനിലാണ്. നോമ്പുകാരായി 40-ലധികം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്, നിന്റെ പള്ളിയിലാണ്, ഇഅ്തികാഫിലാണ്. അല്ലാഹ് ഇജാബത്തിനേറെ പ്രതീക്ഷയുള്ള ദിവസവും സമയവുമാണ്. ഒരാൾ ആമീൻ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ കൂട്ടമായി ആമീൻ പറയുന്നു. ഈ ദുആവും തട്ടപ്പെടൂല എന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. സാധുക്കളായ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതവും രഹസ്യവും പരസ്യവുമായി സംഭവിച്ചത് മുഴുവനും മേലയായ റബ്ബായ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ സർവർക്കും നീ മാപ്പ് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഈ പള്ളി മൈതാനത്ത് അന്തി ഉറങ്ങുന്നവരുണ്ട്, സർവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തിൽ, ഹിമ്മത്തിൽ, ഐശ്വര്യത്തിൽ, റാഹത്തിൽ, സന്തോഷത്തിൽ, നിന്റെ പൊരുത്തത്തിലായി, ത്വഅത്തിലായി, ദീനിന്റെ ഖിദ്മത്തിലായി, തഅല്ലുമു തഅലീമിലായി ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണേ അല്ലാ. പട്ടിണി നൽകല്ലേ അല്ലാ, ഫഖർ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ദില്ലത്തിലാക്കല്ലേ അല്ലാ, കഷ്ടനഷ്ടങ്ങൾ നൽകല്ലേ റബ്ബേ. അഭിവൃദ്ധി പുരോഗതി നൽകണേ അല്ലാ. ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, വറഅ നൽകണേ അല്ലാ. നീ നൽകിയ എല്ലാത്തിലും വലിയ ബറക്കത്ത് നൽകണേ റബ്ബേ. റഹ്മത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്ക റബ്ബേ. വീടില്ലാത്തവർക്ക് മക്കളെ വീട്, നല്ല ഖൈറായ സന്തോഷമുള്ള വീട് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, മുഅദ്ദിൻ ഉസ്താദ് അടക്കം. അല്ലാഹുവേ വീട് പണിയിലാണ്. അല്ലാഹുവേ അത് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. വലിയ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇതെല്ലാം ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കാൻ നീ കാരണമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, രോഗികളായി കഴിയുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ കരഞ്ഞു പറഞ്ഞവർ ഇത്തരം സമയങ്ങളിൽ ദുആർക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് റബ്ബേ. നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ നീ തട്ടൂലല്ലോ റഹ്മാനെ. അവരെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കിടത്തിക്കളയുന്ന രോഗം ഞങ്ങൾക്ക് വിധിക്കല്ലേ റബ്ബേ. ഒരൊറ്റ വഖ്തും നഷ്ടപ്പെടുന്ന, നിസ്കരിക്കാൻ കഴിയാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. മരണം വരെ ഞങ്ങൾക്ക് ആഫിയത്തോടെയുള്ള ഖുവത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുടെ ഖൽബിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം നീ ഖൈറിലായി പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരണം ഖൈറാകുന്ന സമയം ദോഷങ്ങളെല്ലാം പൊറുപ്പിച്ച് തൗബ ചെയ്ത മനസ്സോടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ അല്ലാഹുവേ നോമ്പുകാരായി വുളൂഇലായി നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് ഞങ്ങളെ നേതാവിനെ അവസാനമായൊന്ന് കണ്ട് ഇന്നെ കാണാനുള്ള പൂതിയിലൊന്നും മരിക്കാൻ സാധുക്കൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ.
ഇവിടെ ഒരുമിച്ച് കൂടിയതിലേറെ ഞങ്ങളെ സന്തോഷത്തിൽ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈമാനികമായ സൗഹൃദത്തിലാണ്. ഞങ്ങളെ ഉഖുവത്തുൽ ഇസ്ലാമിലായി സ്വർഗത്തിലും മുത്തുനബിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.